മാത്രമല്ല സമൂഹത്തിലുണ്ടാകുന്ന ചലനങ്ങളെ കൃത്യമായി തിരിച്ചറിയുകയും ഇടതുപക്ഷത്തിൻ്റെ നിലപാട് എന്തായിരിക്കണം ആ കാര്യത്തിൽ എന്ന് വ്യക്തമാക്കാനും കഴിയേണ്ടത് ആവശ്യമാണ്. അതൊന്നും നിർവഹിക്കാതെ അതിന് പകരമായിട്ട് ദൈനംദിനം ഉയർന്നു വരുന്ന ചില പൊളിറ്റിക്കൽ കുമിളകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, പൊളിറ്റിക്കൽ ബബിൾസ്, അതിലാണ് ഇവരെന്ത് ചെയ്യുന്നത്, ആശ്രയിക്കുന്നത്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞു ശ്രീലമ്പടന്മാരുടെ കാര്യങ്ങൾ. കാരണം അതൊക്കെ പൊളിറ്റിക്കൽ ബബിൾസ് മാത്രമാണ്. അതിലല്ല കാതലായ പ്രശ്നം. മനുഷ്യനെ ബാധിക്കുന്ന, സമൂഹത്തെ ബാധിക്കുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ കേന്ദ്രീകരിച്ച് തിരഞ്ഞെടുപ്പിനെ തന്നെ രാഷ്ട്രീയമാക്കി മാറ്റേണ്ടതിന് പകരം വ്യത്യസ്തമായ രീതിയിൽ കൊണ്ടുപോവുകയും ഈ മാങ്കൂട്ടം പോലെയുള്ളതായ ചപല കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കുകയൊക്കെ ചെയ്തത് ഇടതുപക്ഷത്തിൻ്റെ പരാജയത്തിന് വലിയ കാരണമായി തീരുന്നുണ്ട്. മാത്രമല്ല ശബരിമല വിഷയത്തിലെ എന്ത് സ്റ്റാൻഡാണ് പാർട്ടിക്ക് എടുക്കാനായിട്ട് പറ്റുക? ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്ന നിലക്കാണ് ഇവരെ ഏൽപ്പിക്കുന്നത്. അവർ കട്ടില്ലെങ്കിൽ തന്നെ മറ്റുള്ളവർ കട്ടുകൊണ്ടുപോകുന്ന സമയത്ത് നോക്കിക്കൊണ്ടിരുന്നത് ആ ചോദ്യം ആളുകൾ ചോദിക്കുമല്ലോ. അതാണ് പ്രധാനപ്പെട്ട. ഈ ന്യൂനപക്ഷത്തെ കൂട്ടു നിർത്തിക്കൊണ്ട് ചില മുന്നേറ്റങ്ങൾ നടത്താനായിട്ട് LDF ശ്രമിച്ചു, CPM ശ്രമിച്ചു, അമ്പയെ പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ അയ്യപ്പ സംഗമമൊക്കെ നടത്തി ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്താനായിട്ടുള്ള തന്ത്രം പറ്റി അതും പാളിപ്പോയി. എന്ന് പറഞ്ഞാൽ കാൽച്ചുവട്ടിലെ മണ്ണ് ഒഴുകി പോകുന്നു എന്ന് ഇനിയെങ്കിലും CPM LDF ഒക്കെ തിരിച്ചറിയൂ. CPM ഈ രണ്ട് വിഷയത്തിലും ഇരട്ടത്താപ്പ് കാണിച്ചു എന്ന് വോട്ടർമാർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ശബരിമല വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് അറസ്റ്റ് ചെയ്ത ശേഷവും പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് പത്മകുമാറിനെ പുറത്താക്കിയില്ല ജില്ലാ കമ്മിറ്റി. ഇത് കുറ്റപത്രം കൊടുത്ത ശേഷം ആലോചിക്കാം എന്നാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞത്. അങ്ങനെയാണോ പാർട്ടി പെരുമാറേണ്ടിയിരുന്നത്? ഒരാൾ കൊള്ളക്കാരനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എടുത്ത് മാറ്റുകയല്ലേ വേണ്ടത് പാർട്ടി സ്ഥാനത്ത് നിന്ന്. പാർട്ടി സ്ഥാനത്ത് നിന്ന് ഇത് കോൺഗ്രസ്സുകാർ MLA സ്ഥാനത്ത് നിന്ന് മറ്റേ ആളെ രാജിവെപ്പിച്ചില്ലല്ലോ, പാർട്ടി സ്ഥാനത്ത് നിന്ന് മാത്രമല്ലേ എന്ന് പറഞ്ഞതുപോലെ ഇയാളെ പാർട്ടി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയാലല്ലേ ജനം ഈ പാർട്ടി വിശ്വാസത്തിലെടുക്കുകയുള്ളൂ. അത് സംഭവിച്ചില്ല. ഇയാൾ പാർട്ടി സ്ഥാനത്ത് നിന്ന് തുടരുന്നതിന് കുറ്റപത്രം കൊടുക്കുമ്പോൾ ആലോചിക്കാമെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാർട്ടി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെ പറ്റി ആലോചിക്കാം എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കൊള്ളക്കാർക്ക് പാർട്ടിയുടെ കവചമുണ്ട് എന്നുള്ള തോന്നൽ വോട്ടർമാർക്കുണ്ടായി. മറ്റേ കാര്യത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കേരള പോലീസ് വിചാരിച്ചിരുന്നെങ്കിൽ നേരത്തെ അറസ്റ്റ് ചെയ്യാമായിരുന്നില്ലേ? ഇത് VD സതീശനും പ്രചരണ കാലത്ത് ചോദിച്ചിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.